കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ നിർണായക ചർച്ച രാവിലെ 11 മണിക്ക്. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ എറണാകുളം കളക്ടറേറ്റിലാണ് ചർച്ച. ചർച്ചയിൽ കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കൂട്ടപ്പിരിച്ചുവിടലിനെതിരെ കൊച്ചിയിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. സ്നേഹ മോൾ നൈനാൻ വിവരങ്ങളുമായി. സ്നേഹ, നമ്മുടെ സൂപ്പർ പ്രൈം ടൈം ചർച്ചയിൽ തന്നെ മന്ത്രി ബിന്ദു കൃഷ്ണ ഉറപ്പ് നൽകിയ ഒരു കാര്യം, കൃത്യമായി ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകും. ആ ഉറപ്പ് കൃത്യമായി അവർ തൊഴിലാളികൾക്ക് നൽകിയിരുന്നു. പക്ഷേ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ത് എന്നുള്ളതാണ് നിർണായകം. ആദ്യത്തെ ചർച്ചയിൽ ലീഗൽ ഓഫീസറെയാണ് അയച്ചത്. കമ്പനിയുടെ പ്രതിനിധികൾ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധ്യതയുണ്ടോ? മന്ത്രി ബിന്ദു കൃഷ്ണ കൊച്ചിയിലെത്തിയിട്ടുണ്ടോ? അഭിലാഷ്, കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി ബിന്ദു കൃഷ്ണ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. 11 മണിക്കാണ് ഈ നിർണായകമായ ചർച്ച നടക്കുക. എറണാകുളം കളക്ടറേറ്റിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത്. പക്ഷേ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ്. കമ്പനിയുടെ പ്രതിനിധികൾ പങ്കെടുക്കുമോ എന്ന കാര്യം ഉറപ്പില്ല. വൈസ് പ്രസിഡന്റിനടക്കം, കോറോ ഹെൽത്തിലെ വൈസ് പ്രസിഡന്റിനടക്കം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അതിനോടൊന്നും യാതൊരു തരത്തിലുള്ള പോസിറ്റീവായ പ്രതികരണം കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പകരം ഹൈക്കോടതിയെ സമീപിക്കുകയാണ് കമ്പനി ചെയ്തിരുന്നത്. തൊഴിൽ വകുപ്പ് ഈ പ്രശ്നത്തിൽ അനാവശ്യമായ ഇടപെടൽ നടത്തുന്നു എന്ന് കാണിച്ചാണ് കോടതിയെ കമ്പനി സമീപിച്ചത്. അപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം വന്നത് തൊഴിൽ തർക്കങ്ങൾ അത് ചർച്ച ചെയ്ത് തന്നെ പരിഹരിക്കണമെന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോറോ ഹെൽത്തിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇന്ന് നിർണായകമായ ദിവസമാണ്. കാരണം 11 മണിയോടുകൂടിയാണ്, അല്പസമയം കൂടെയുള്ളൂ യോഗം ആരംഭിക്കാൻ. ആദ്യഘട്ട ചർച്ച നടന്നത് തിങ്കളാഴ്ചയായിരുന്നു. അതായത് 3-ാം തീയതി വെള്ളിയാഴ്ച ഇവർ ഓഫീസിലെത്തിയപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇവരെ പിരിച്ചുവിടുകയാണ്. 3 മാസത്തെ സാലറി തൊട്ടടുത്ത ദിവസം തന്നെ ഇവരുടെ അക്കൗണ്ടിലേക്ക് കയറും എന്നറിയിക്കുകയായിരുന്നു. പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്ത ദിവസം 2.5 മാസത്തെ സാലറി ഈ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് കയറുകയും ഉണ്ടായി. അതിനുശേഷം ഈ ലേബർ കമ്മീഷണറുടെയും സ്ഥലം MLA-യുടെയും കമ്പനിയുടെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് 3 പേർ, കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയിൽ പറഞ്ഞിരുന്നത് അടുത്ത ഘട്ട ചർച്ച, മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നത് വരെയും ജീവനക്കാർക്ക് സാധാരണഗതിയിൽ ഓഫീസിലേക്ക് വരാം, ഓഫീസിലെ സ്പേസ് ഉപയോഗിക്കാം എന്നതായിരുന്നു. ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇവർക്ക് ഹാജർ രേഖപ്പെടുത്താൻ പ്രത്യേക സംവിധാനമൊക്കെ തന്നെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അന്ന് ദിവസം തൊട്ട്, ചർച്ച നടന്ന തിങ്കളാഴ്ചയെങ്കിൽ ഇന്ന് വരെ ഈ ജീവനക്കാർ രാവിലെ 9 മണിയാകുമ്പോൾ ഇവിടെ എത്തുന്നു. വൈകുന്നേരം 6 മണി വരെ ഓഫീസിൽ പ്രവേശിക്കാനാവാതെ ഇവിടുത്തെ അണ്ടർഗ്രൗണ്ടിൽ തന്നെ ഇവർ നിൽക്കുകയാണ്. ഈ ഓഫീസ് സ്പേസ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് മറ്റൊരു കമ്പനിയാണ്. അവർക്ക് ഈ കോറോ ഹെൽത്തിൽ നിന്നും ലഭിച്ച നിർദ്ദേശം എന്നത് ഈ ജീവനക്കാരെ അകത്തേക്ക്, ഈ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കരുതെന്ന് തന്നെയാണ്. അപ്പോൾ ചർച്ചയിൽ നടന്ന ധാരണകൾ ലംഘിക്കുന്ന തരത്തിലാണ് കമ്പനിയുടെ ഭാഗത്തുനിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ലേബർ കമ്മീഷണറുടെ ഭാഗത്തുനിന്നുമൊക്കെ ഒരു അനുനയ ശ്രമമൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അതിനോടൊക്കെ മുഖം തിരിക്കുന്ന സമീപനമാണ് ഈ കോറോ ഹെൽത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കേരളത്തിലെ 2 ബ്രാഞ്ചുകളാണുള്ളത്, ഒന്ന് കൊച്ചിയിലും അതോടൊപ്പം തന്നെ കോഴിക്കോട്. അപ്പോൾ കേരളത്തിൽ വൻ തൊഴിൽ നഷ്ടമാണ് എന്ന് കാണിച്ചായിരുന്നു പെട്ടെന്നൊരു ദിവസം ഇവരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡാണ് തങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അപ്പോഴും മുൻകൂട്ടി ജീവനക്കാരെയോ സർക്കാരെയോ അറിയിച്ചിരുന്നില്ല. ഇപ്പോൾ ലേബർ കോഡ് നടപ്പിലാക്കിയാൽ തന്നെ 300 ജീവനക്കാരിൽ താഴെയാണെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ സർക്കാരിനെ അറിയിക്കാതെ, പക്ഷേ ജീവനക്കാരെ അറിയിച്ചുകൊണ്ട് ഈ ജീവനക്കാരെ. എന്താണ് ജീവനക്കാരുടെ പ്രതീക്ഷ? 2 സെന്ററുകളിലായി 800-ലധികം ജീവനക്കാരുണ്ട്. ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് ഓഫീസിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർക്ക് ഓഫീസിൽ പ്രവേശിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ചർച്ചയോടുള്ള അവരുടെ പ്രതികരണം എന്താണ്? അവർക്ക് ഹോപ്പുണ്ടോ? അവരോടൊന്ന് സംസാരിക്കാം. ഇന്നത്തെ ചർച്ചയിൽ എങ്ങനെയാണ്? നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? ചർച്ചകൾ നടക്കുകയാണ്, പ്രതീക്ഷയുണ്ടോ? സിമ്പിളായിട്ടൊരു പ്രതീക്ഷയുണ്ടോ? നല്ലൊരു അനുകൂലമായിട്ടുള്ള ഇത് കിട്ടുമെന്നാണ് പ്രതീക്ഷയുണ്ട്. എന്തായാലും 11 മണിക്കാണല്ലോ ചർച്ച, അത് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ തീരുമാനിക്കാം. ആദ്യഘട്ട ചർച്ച തിങ്കളാഴ്ച നടന്നു. അന്നു മുതൽ നിങ്ങളെ ഓഫീസിൽ പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നേരെ വിപരീതമാണ് ഉണ്ടായത്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ വരുന്നു, വെറുതെ നിൽക്കുന്നു, പോകുന്നു, അങ്ങനെയായിരുന്നു. അതെ, ഞങ്ങളെ എല്ലാ ദിവസവും ഓഫീസ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പറഞ്ഞതുകൊണ്ടാണ് എല്ലാ ദിവസവും വന്നു. അപ്പം ഇവിടെ വന്നിട്ട് ഞങ്ങൾ സൈൻ ഇടുന്നുണ്ട്. പക്ഷേ ഓഫീസിൽ കിടക്കാൻ പറ്റുന്നില്ല, കാരണം അവർ ലോക്ക് ചെയ്തിട്ടാണുള്ളത്, ആക്സസ് ഇല്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ വന്ന് നിൽക്കും.
കുറച്ച് സമയം എല്ലാവരും നിന്ന് എന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്ന് നോക്കും, ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു പോകും. ഇപ്പൊ പെട്ടെന്നൊരു ദിവസം പിരിച്ചുവിടുന്നു, ഇനിയിപ്പോൾ അടുത്തൊരു ജോലി തേടുക എന്നത് സ്വാഭാവികമായും കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോൾ മറ്റ് കമ്പനികൾ അത് മുതലെടുക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം ബാക്കിയുള്ളവർ പറഞ്ഞിരുന്നു. അപ്പൊ പെട്ടെന്ന് ജോലി നോക്കുന്ന കാര്യമൊക്കെ എങ്ങനെയാണ്? മറ്റൊരു ജോലി നോക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഇപ്പം ഒരു 800-900 പേരൊക്കെയാണ് ഇപ്പം മാർക്കറ്റിൽ ഈ കോറോ ഹെൽത്ത് മാത്രമായിട്ട് വന്നിട്ടുള്ളത്. അത് കൂടാതെ പുതിയ പഠിച്ചിറങ്ങുന്ന വേറെ ആൾക്കാരും ഉണ്ട്. ഓരോ 3 മാസമൊക്കെ കൂടുന്നവരാണ് പുതിയ ബാച്ച് വെച്ചിട്ട് ഇറങ്ങുന്നത്. അപ്പം അവർക്കും ജോലി കിട്ടാനുണ്ട്, പ്ലസ് ഞങ്ങൾക്കും ജോലി കിട്ടാനുണ്ട്. അപ്പം ടൈറ്റ് ആയിരിക്കും കോമ്പറ്റീഷൻ. അതേപോലെ തന്നെ വേക്കൻസീസ് വരുന്നത് അതിൽ കുറവാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ പോസിറ്റീവ് അല്ല മറിച്ചാണ് ഒരു പ്രതികരണം എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ജീവനക്കാരെ തീരുമാനിച്ചത്? ഞങ്ങളെ പ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ട്. അവര് എന്താണെന്ന് വെച്ചാൽ പറയുന്ന അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. പിന്നോട്ടില്ല, പെട്ടെന്നൊരു ജോലി നോക്കില്ല. ജോലി നോക്കുന്നത് ഞങ്ങൾക്ക് എന്തായാലും ഇപ്പം ഈ ഒരു ജോലി ആവശ്യമാണ്. എല്ലാവർക്കും എന്നല്ല, പക്ഷേ പകുതി മുക്കാൽ പേർക്കും ഈ EMI ലോണ് കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പം മാസം തുടക്കമാകുമ്പോഴത്തേക്ക് അത് അടച്ചു തീർക്കാനുള്ളതാണ്. അവർക്ക് ഈ ഒരു ജോലി ആവശ്യമാണ്. പിന്നെ കൂടുതലും ഉള്ളത് ലേഡീസാണ്. അവർക്കൊക്കെ ചിലപ്പോൾ നാട്ടിലുള്ളവരായതുകൊണ്ട്, നാട്ടിലുള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ഇനി വേറൊരു സ്ഥലത്തേക്ക് മറിച്ച് ഇനി കേരളത്തിൽ നിന്ന് പുറത്ത് പോകണമെന്ന് വെച്ചാൽ ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെയാണ്. ചിലപ്പോൾ അവർക്ക് അങ്ങനെ പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ഫാമിലി ഇതോ എന്തൊക്കെയെങ്കിലും ആയിട്ട് അങ്ങനെ ഉണ്ടാവില്ല. അപ്പം ഇവിടെ തന്നെ ജോലി തുടരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവർക്കും അത്രയും നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു ഈ മെഡിക്കൽ കോഡിംഗ് കമ്പനിയാണ്. ഡിഗ്രി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി പാസ്സായി കഴിഞ്ഞ് ഈ മെഡിക്കൽ കോഡിംഗ് ഡിപ്ലോമ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ പരീക്ഷയ്ക്കടക്കം ഇവർക്ക് ഒരു 1.5 ലക്ഷം രൂപയാണ് ചിലവാകുന്നത്. സാധാരണക്കാരായിട്ടുള്ള യുവാക്കളാണ്, സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുമൊക്കെ വരുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓരോരുത്തർക്ക് കടങ്ങളും EMIയും ഒക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇന്നു മുതൽ നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ നിന്നല്ല, എറണാകുളത്ത് നിന്ന് മാത്രമല്ല, വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരെയുള്ള ആളുകൾ ഇവിടെ എത്തി ജോലി ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ അവർക്കേറ്റ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. പക്ഷേ ഇന്നത്തെ ചർച്ചയിലാണ് അവരുടെ പ്രതീക്ഷ മുഴുവൻ എന്നതാണ് അഭിലാഷ്. എന്തായാലും ചർച്ച നടക്കട്ടെ. 11 മണിക്കാണ് ചർച്ച. കമ്പനി പ്രതിനിധികൾ എത്തുമോ എന്ന കാര്യത്തിലാണ് ഇനി ഇപ്പോഴും ആശയക്കുഴപ്പം ഉള്ളത്. കോറോ ഹെൽത്തിലെ ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ തൊഴിലവസരങ്ങൾ, തൊഴിലവകാശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്.